ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഈ സ്നേഹത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ചാണ്. ആ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹം സകലതും അതിജീവിക്കുന്നു എന്ന് പറഞ്ഞ്. സ്നേഹം സകലതും അതിജീവിക്കുന്നു. സ്നേഹം സകലതും അതിജീവിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. സ്നേഹം എല്ലാം അതിജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപരന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാളോടുള്ള സ്നേഹത്തെ പ്രതി ആ പ്രതിസന്ധിയെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില നഷ്ടങ്ങളുണ്ട്, അല്ലെ? ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതിനെയാണ് അതിജീവിക്കേണ്ടത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഓടി അകലുന്നവനോ അല്ലെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവനോ അല്ല യഥാർത്ഥ സുഹൃത്തെന്ന് പറയുന്നത്. അതിനെ അല്ല യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. ഒരാൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രയാസം ഏറ്റെടുക്കുവാനായിട്ട് അതിനുവേണ്ടി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് തനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതായത് ഒരു യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കുന്നവനാണ്, എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ നഷ്ടങ്ങളെയും കുറവുകളെയും നേരിടേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതാണ്. സ്വന്തം കാര്യം നോക്കി, സുരക്ഷിതത്വം നോക്കി, തന്റെ ലാഭനഷ്ടങ്ങളെ നോക്കി ഒരു ബുദ്ധിമുട്ടും ഏറ്റെടുക്കാതെ അകന്നു നിൽക്കുന്നവനല്ല യഥാർത്ഥ സ്നേഹിതരെന്ന് പറയുന്നത്. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നിട്ടിറങ്ങുന്നവനാണ് യഥാർത്ഥ സുഹൃത്തും. അതിനെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഇന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ കാലഘട്ടമാണല്ലേ, അല്ലെ? ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അല്ലെ? മൊബൈലില് എന്തൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ്, കൂട്ടായ്മകള്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പിന്റെ കാലങ്ങളാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മകൾ ചീട്ടുകൊട്ടാരം പോലെയാണ്. അത് വളരെ ലോലമാണ്, അധികകാലം നീണ്ടു നിൽക്കുന്നതല്ല, അത് ബലമില്ലാത്തതാണ്, ഏതു നിമിഷവും തകർന്നു പോകാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ബ്ലോക്ക് ചെയ്യാവുന്ന ബന്ധങ്ങളാണത്. ഈ ബന്ധങ്ങളൊക്കെ വെറും നേരം പോക്കുകളാണ്, വേറെ പണിയൊന്നുമില്ലാതിട്ട് ഇങ്ങനെ ഒരു കൂട്ടും കൂടി നടക്കുന്നത്. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിൽ അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടാകുമ്പോൾ, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ, ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ, ഇനി സുഹൃത്ത് ബന്ധം വേണ്ട, ഇനി ആ സൗഹൃദം എനിക്ക് തുടരാനാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്നതല്ല യഥാർത്ഥ സ്നേഹിതരെന്ന് പറയുന്നത്. അതല്ല യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള സ്നേഹം ഏതു മുറിവിനെയും അതിജീവിക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ പവിത്രമായ പരിശുദ്ധമായ സ്നേഹമാണ്. അത് ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. പരിശുദ്ധമായ സുഹൃത്ത് ബന്ധം, സൗഹൃദം ഏത് കുറ്റപ്പെടുത്തലിനെയും അതിജീവിക്കുന്നതാണ്. അവനെന്നെ അല്ലെങ്കിൽ അവളെന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് വിട്ടുപേക്ഷിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. അവരല്ല യഥാർത്ഥ സ്നേഹിതർ. കറതീർന്ന സ്നേഹം ഏത് അവഗണനയെയും, ഏത് അപമാനത്തെയും, ഏത് സഹനത്തെയും അതിജീവിക്കും. കാരണം സ്നേഹമെല്ലാം അതിജീവിക്കുന്നതാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭർത്താവിൽ നിന്ന് ഒത്തിരിയേറെ ശാരീരികമായ പീഡനങ്ങൾ ഏറ്റിട്ടും ആ ഭാര്യ പ്രഭാതത്തിൽ ഉണർന്ന് അയാൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയൊരുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്നേഹത്തിന്റെ അതിജീവന ഊർജമുള്ളത് കൊണ്ടാണ്, അല്ലേ? അല്ലാണ്ട് ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല, ആ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടും, അപമാനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടും, ജോലി കഴിഞ്ഞ് അയാൾ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഭാര്യ പറയുന്ന എല്ലാ സാധനങ്ങളുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വൈകുന്നേരം ഭാര്യയുടെ പേരും വിളിച്ച് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ആ സ്നേഹമുള്ളത് കൊണ്ടാണ്. അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ ശക്തി ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസികമായിട്ട് അസ്വസ്ഥതകൾ നേരിടുന്ന ഒരമ്മ എല്ലാ കാര്യത്തിലും മക്കളെ കുറ്റപ്പെടുത്തുകയാണ്, മരുമക്കളെ ആക്ഷേപിക്കുന്നു, പേരക്കുട്ടികളോട് ദേഷ്യമായിട്ടൊക്കെ പെരുമാറുന്നു, ശാപവാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. എന്നിട്ടും ആ അമ്മയുടെ ഇടത്തും വലത്തു നിന്ന് യാതൊരു പരിഭവമോ പരാതിയോ മടുപ്പോ കൂടാതെ ആ അമ്മയെ പരിചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഈ സ്നേഹമെന്ന പുണ്യമുള്ളത് കൊണ്ടാണ്. ഉള്ളിൽ ആ സ്നേഹം കരുതുന്നതുകൊണ്ടാണ്. ബന്ധങ്ങൾ തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിന് ദൈവം ഒരാളിൽ നിക്ഷേപിക്കുന്ന പവിത്രമായ അതിജീവന ഊർജത്തിന്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ടൈം പാസിന് വേണ്ടിയിട്ടില്ല, കുറച്ചു കാലത്തേക്കുള്ള ഒരു സ്നേഹമല്ല. ആണോ? അല്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഈശോയേ. ഉള്ളിൽ സ്നേഹം നിറഞ്ഞു വിളിക്കാം, ഈശോയേ. കുറവുകളെ സമർപ്പിച്ചു വിളിക്കാം, ഈശോയേ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചു വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന യാക്കോബിന്റെയും റാഹേലിന്റെയും സ്നേഹം പ്രതിസന്ധികളെ അതിജീവിച്ച സ്നേഹമാണ്. റാഹേലിനെയും
യാക്കോബിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ്. താൻ സ്നേഹിച്ച റാഹേലിനെ ഭാര്യയായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം 7 വർഷം നീണ്ടു നിന്ന കഠിനാധ്വാനം യാക്കോബിന് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ നീണ്ട 7 കൊല്ലം അവളോടുള്ള സ്നേഹം മൂലം അത് വെറും ചുരുങ്ങിയ കാലഘട്ടമായിട്ട് തോന്നിയുള്ളൂ. അധികം നാളായിട്ട് തോന്നിയില്ല. ഏതാനും നാളുകളായിട്ട് യാക്കോബിന് തോന്നിയുള്ളൂ. അതായത് സ്നേഹം എന്ന് പറയുന്നത് കാലത്തെയും സമയത്തെയും അതിജീവിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു 7 കൊല്ലമാണ്, ആരെ കൊണ്ട് പറ്റും? യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ 7 അല്ല 70 കൊല്ലം അല്ലെ മരിച്ചു. അതാണ് 70 കൊല്ലം വരെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, കഥ ഇവിടെ അവസാനിക്കുന്നില്ല. റാഹേലിനെ നൽകുന്നതിന് പകരം ചതിയനായ ലാബാൻ യാക്കോബിന്റെ മണിയറയിലേക്ക് തന്റെ മൂത്ത മകളായ ലെയായെയാണ് പറഞ്ഞുവിടുന്നത്. അങ്ങനെ ലെയായെ യാക്കോബിന് ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. എന്നിട്ടും റാഹേലിനോടുള്ള അവന്റെ സ്നേഹത്തിന് ഒരു കുറവുമുണ്ടായില്ല. കിട്ടിയത് മതിയെന്നും പറഞ്ഞു പോയില്ല. മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും മാനനഷ്ടമുണ്ടായിട്ടും വീണ്ടും ഒരു 7 വർഷം കൂടെ റാഹേലിന് വേണ്ടി അവൻ പണിയെടുത്താണ് ഈ റാഹേലിനെ സ്വന്തമാക്കിയത്. ഇന്നത്തെ വിവാഹമൊക്കെ കണ്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ടവരെ കെട്ടും അല്ലെ, സ്നേഹത്തോടെ കെട്ടും. കുറച്ചു നാൾ കഴിയുമ്പോ ഇഷ്ടപ്പെട്ടവരെയൊക്കെ വേണ്ട എന്ന് വെക്കും. ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, 6 ജോഡികളൊക്കെ ഇങ്ങനെ വേർപിരിഞ്ഞിട്ട്. കാരണം അതിന്റെ കാരണം എന്താ? സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കെട്ടിയതൊക്കെ പറയുന്നത്, സ്നേഹിച്ചെന്നൊക്കെ പറയുന്നത് വെറുതെയാ. നേരത്തെ പറഞ്ഞ വെറും ഒരു ടൈം പാസ്സാണ്, കുറച്ച കാലത്തേക്ക് ഉള്ള ഒരു ആശ്വാസത്തുരുത്ത്, അത് മാത്രമേ ഉള്ളൂ. യാക്കോബിന്റെ സ്നേഹം വിട്ടുപേക്ഷിച്ച് ഇട്ടെറിഞ്ഞ് കിട്ടിയതിനെ കൊണ്ടുപോകുന്ന സ്നേഹമായിരുന്നില്ല. ആ റാഹേലിനെ കിട്ടുന്നത് വരെ വീണ്ടും ഒരു 7 വർഷം കൂടെ കഠിനാധ്വാനം ചെയ്യുകയാണ്. കാരണം അവന് റാഹേലിനോടുണ്ടായിരുന്ന സ്നേഹം വഞ്ചനയെ അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. ലാബാന്റെ വഞ്ചനയെ അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. ലാബാനോട് വേണമെങ്കിൽ പ്രതികാരം ചെയ്തിട്ട് പോകാമായിരുന്നു അല്ലെ, അതൊന്നും ചെയ്തില്ല. ഈ വഞ്ചനയെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് വിവാഹത്തിന് ശേഷം ഒത്തിരി നാളുകളായിട്ടും യാക്കോബിന് തന്നിൽ നിന്ന് ഒരു കുഞ്ഞിനെ നൽകുവാനായിട്ട് റാഹേലിന് കഴിഞ്ഞില്ല. എന്നിട്ടും റാഹേലിനോടുള്ള യാക്കോബിന്റെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നു? ഇല്ല. റാഹേലിനെ ഉപേക്ഷിച്ചില്ല. നീ എനിക്ക് കുഞ്ഞിനെ തരാത്തവനാണെന്ന് പരാതിപ്പെട്ടില്ല. റാഹേലിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി യാക്കോബ് പരിഗണിച്ചു. കാരണം സ്നേഹം എല്ലാ കുറവുകളെയും അതിജീവിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ വിവാഹത്തിന്റെ അന്ന് രാത്രി തന്റെ ഭാര്യയോടൊരു കുമ്പസാരം നടത്തി തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയുക. തന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ കുറിച്ചും വഴിവിട്ട ജീവിതത്തെക്കുറിച്ചും തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും കുറിച്ച്, പ്രണയ പരാജയങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു, മനസ്സു തുറന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സു തുറന്നുള്ള ഈ പറച്ചിലിൽ അതൊരിക്കലും ആ ഭാര്യയെ സന്തോഷിപ്പിച്ചില്ല. മറിച്ച് അയാളുടെ ഓരോ കഥയും അവളുടെ ഹൃദയത്തിൽ അയാളെ കുറിച്ചുള്ള അവജ്ഞയാണ് വളർത്തിയത്, സ്നേഹമല്ല വളർത്തിയത്. സ്നേഹിക്കുന്നതിന് പകരം അവൾ അയാളെ വെറുക്കുകയാണ് ചെയ്തത്. താൻ എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് അവൾ ചിന്തിക്കുവാൻ തുടങ്ങി. ആ ചിന്ത ഒടുവിൽ ചെന്നെത്തിയത് അവരുടെ വിവാഹമോചനത്തിലായിരുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ,
നിന്റെ ഹൃദയത്തിൽ അപരന്റെ ഏതു കുറവിനെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം നിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. വഞ്ചിക്കപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ പല കാര്യങ്ങളും നിന്നിൽ നിന്ന് മറച്ചു വെച്ചുവെന്ന് നീ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നീ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം. എന്തുമാകട്ടെ, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ബന്ധത്തിൽ തുടരാൻ തക്കവിധം നിന്റെ സ്നേഹത്തിന് ഉറപ്പും ബലവുമുണ്ടോ? യഥാർത്ഥ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ്. കുറവുകളെയും കുറ്റങ്ങളെയും അതിജീവിക്കുന്നതാണ്. എല്ലാ തെറ്റിദ്ധാരണകളെയും അതിജീവിക്കുന്നതാണ്. അങ്ങനെ കുറവുകൾ ഉണ്ടായിട്ടും പവിത്രമായ ബന്ധത്തിൽ തുടരുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റങ്ങളും കുറവുകളോടായിട്ട് എല്ലാവരും വിട്ടെറിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. പരസ്പരം മനസ്സിലാക്കി കുറവുകളെ അംഗീകരിച്ച് ജീവിക്കുന്നുണ്ട്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സുപരിചിതമായ രണ്ട് കഥാപാത്രങ്ങളാണ് ദാവീദും ജോനാഥാനും. ഈ രണ്ട് സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടായിരുന്ന സ്നേഹമെന്ന് പറയുന്നത് എല്ലാ നഷ്ടങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. ദാവീദ്, അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ദാവീദ് ഗോലിയാത്തിനെ വധിച്ചിട്ട് തിരിച്ചു വരുന്നതാണ് പശ്ചാത്തലം. അപ്പോൾ സാവൂൾ രാജാവ് സൈന്യാധിപനായ അബ്നേറിനോട് ചോദിക്കുന്നുണ്ട്, ഈ പയ്യൻ, ഈ യുവാവ് ആരുടെ മകനാണ്? അപ്പോൾ അബ്നേർ പറഞ്ഞു, സൈന്യാധിപനായ അബ്നേർ പറയുകയാണ്, എനിക്കറിയില്ല. പിന്നീട് രാജാവിന്റെ ആജ്ഞ അനുസരിച്ച്, സാവൂളിന്റെ ആഗ്രഹം അനുസരിച്ച് ദാവീദിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കയ്യിൽ ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ തലയുമുണ്ട് കയ്യിൽ. അങ്ങനെ കടന്നു വരുന്ന ദാവീദിനോട് സാവൂൾ ചോദിച്ചു, നീ ആരാണ്? നീ ആരുടെ മകനാണ്? ദാവീദ് പറഞ്ഞു, അങ്ങയുടെ ദാസനായ ബേത്ലഹേംകാരൻ ജെസ്സയുടെ മകനാണ് ഞാൻ. ഇത്രയും മാത്രമേ ദാവീദ് പറഞ്ഞുള്ളൂ. പിന്നീട് വചനം പറയുന്നത്, ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോടൊട്ടിച്ചേർന്നു, ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. 1 സാമുവേൽ 18-ാം അധ്യായം 1-ാം തിരുവചനം. ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോടൊട്ടിച്ചേർന്നു, ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് രാജാവായാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ നഷ്ടമാർക്കാണ്? ജോനാഥനാണ്. സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചത് തനിക്ക് ശേഷം ദാവീദ് രാജാവ് ആകുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. തന്റെ മകന് ലഭിക്കേണ്ട ആ രാജപദവി ദാവീദിന് ലഭിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവൂൾ ഒരുങ്ങുന്നത്. അപ്പോൾ നഷ്ടമാർക്കാണ്? ആർക്കാണ്? ജോനാഥനാണ് നഷ്ടം. അപ്പോൾ സാവൂളിന്റെ ആഗ്രഹം തനിക്ക് ശേഷം തന്റെ മകൻ ജോനാഥൻ രാജാവാകണമെന്നായിരുന്നു. ഈ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ദാവീദിനെ കൊല്ലുവാനായിട്ട് അയാൾ അവസരം പാർത്തിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാവീദിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന സാവൂളിന്റെ കരങ്ങളിൽ നിന്ന് ദാവീദിനെ രക്ഷിക്കുന്നത് ഹൃദയത്തിൽ സ്നേഹം മാത്രം കൊണ്ടു നടക്കുന്ന, ഹൃദയങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നിരുന്ന, ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ജോനാഥൻ എന്ന സ്നേഹിതനായിരുന്നു. എനിക്ക് എന്ത് നഷ്ടവും സംഭവിച്ചു കൊള്ളട്ടെ, യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് ലഭിക്കേണ്ട രാജസിംഹാസനം നഷ്ടപ്പെട്ടുകൊള്ളട്ടെ, എനിക്ക് ലഭിക്കേണ്ട ചെങ്കോലും കിരീടവും നഷ്ടമായിക്കൊള്ളട്ടെ, എന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് ലഭിക്കേണ്ട രാജകൊട്ടാരവും രാജപദവിയും രാജബഹുമതിയും നഷ്ടമായിക്കൊള്ളട്ടെ, എനിക്ക് ലഭിക്കാവുന്ന എല്ലാ രാജകീയ സൗഭാഗ്യങ്ങളും സമ്പത്തും നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല. സ്നേഹിതനായ ദാവീദിന്
ഒരനർത്ഥവും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ജോനാഥന്റെ സ്നേഹമെന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെടുത്തുന്ന സ്നേഹമാണ്, എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹമാണ്. തനിക്ക് ലഭിക്കാവുന്ന ഈ രാജപദവി എല്ലാം പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സ്നേഹം, നഷ്ടം സഹിക്കുന്ന സ്നേഹം, എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം. സ്നേഹ സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നവനാണ് ജോനാഥൻ. പരസ്പരം ഇഴപിരിഞ്ഞു കിടക്കുന്ന അവരുടെ സ്നേഹത്തെ, പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്ന ഹൃദയത്തെ ഒരു നഷ്ടത്തിനും വേർപെടുത്തുവാൻ സാധിച്ചില്ല. കാരണം യഥാർത്ഥ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ദാവീദിന്റെയും ജോനാഥന്റെയും സ്നേഹം എല്ലാ നഷ്ടങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്യേഷ്ഠനും അനുജനും ഒരേ പറമ്പിലാണ് താമസിക്കുന്നത്. അവർക്കിടയിൽ ഒരു വേലി പറയുമില്ലായിരുന്നു, ഒരു മതിൽക്കെട്ട് പോലും ഇല്ലായിരുന്നു. പരസ്പരം ഒട്ടിച്ചേർന്ന രണ്ട് കുടുംബാംഗങ്ങൾ. അവരുടെ സ്നേഹത്തിന്, സൗഹൃദത്തിന് യാതൊരു അതിർത്തി വരമ്പുകളുമില്ലായിരുന്നു. അങ്ങനെ മക്കൾ വലുതായി, അവരുടെ വിവാഹം കഴിഞ്ഞു. കെട്ടിവന്ന ഒരു മാലാഖ നാളിത്രയും ഉണ്ടായിരുന്ന അവരുടെ സ്നേഹത്തിന് കുറുകെ കീറി മുറിച്ച് അതിർത്തിയുണ്ടാക്കി അവരുടെ ഹൃദയത്തെയാണ് അവർ മുറിപ്പെടുത്തിയത്, വേർതിരിവിന്റെ അതിര് വരച്ചിട്ടത്. ചില മാലാഖമാരൊക്കെ അങ്ങനെയാണ്, കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല സ്വസ്ഥതയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ള സൗഹൃദത്തെ തല്ലിക്കെടുത്തുന്ന മാലാഖമാരാകാതിരിക്കുക. എങ്ങനെ സ്നേഹം കൂട്ടി യോജിപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ സ്നേഹത്തിന് അതിർവരമ്പുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ മുറിപ്പെടുന്നത് ഭൂമിയല്ല, ഹൃദയമാണ് മുറിപ്പെടുന്നത്, സ്നേഹമാണ് വേർപെട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ, ഞങ്ങളെ സ്നേഹിച്ചവരെ, സ്നേഹിക്കാൻ പഠിപ്പിച്ചവരെ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, ഞങ്ങളിൽ സ്നേഹം വളർത്തണമേ, ഞങ്ങളുടെ സ്വാർത്ഥത എടുത്തു മാറ്റണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന റൂത്തിന്റെയും അവളുടെ അമ്മയായ നവോമിയുടെയും പരസ്പര സ്നേഹത്തിന്റെ കഥ നഷ്ടങ്ങൾ കണക്കിലെടുക്കാത്ത സ്നേഹത്തിന്റെ കഥയാണ്. നവോമിയുടെ മകന്റെ ഭാര്യയായിരുന്നു റൂത്ത്. നവോമിയുടെ മറ്റൊരു മകന്റെ ഭാര്യയായിരുന്നു ഓർഫ. നവോമിയുടെ രണ്ട് ആൺമക്കളായ മഹ്ലോനും കിലിയോനും നവോമിയുടെ ഭർത്താവായ എലിമലേക്കും, അങ്ങനെ അവർ മൂന്ന് പേരും ആകസ്മികമായിട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ നവോമി തന്റെ രണ്ട് മരുമക്കളോടും ഇങ്ങനെ ഉപദേശിച്ചു: നിങ്ങൾ ഇനി എന്റെ കൂടെ നിന്ന് നിങ്ങളുടെ ജീവിതം കളയണ്ട, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുക, ബന്ധുമിത്രാദികളുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളുക, വീണ്ടും വിവാഹം കഴിച്ച് സന്താനങ്ങളെ ജനിപ്പിച്ച് നിങ്ങൾ കുടുംബജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് അവരെ പിരിഞ്ഞു പോകുവാനായിട്ട് നവോമി നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ മകളുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അമ്മയെ വിട്ടു പോകുന്നില്ല. അവസാനം നവോമിയുടെ നിർബന്ധം മൂലം ഓർഫ തന്റെ അമ്മായിയമ്മയോട് വിട പറഞ്ഞു വിട്ടുപോകുകയാണ്. എന്നാൽ റൂത്ത് നവോമിയോട് പറഞ്ഞു, ഞാൻ അമ്മയെ വിട്ടുപോകുകയില്ല, അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും,
അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കും. അമ്മയുടെ ദൈവം എന്റെയും ദൈവമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, അമ്മയെ അടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് തീരുമാനിച്ചു എന്ന് അറിഞ്ഞ നവോമി പിന്നീട് അവളെ നിർബന്ധിച്ചില്ല. അങ്ങനെ മോവാബിൽ നിന്ന് അവർ നവോമിയുടെ നാടായ ബെത്ലഹേമിലേക്ക് തന്റെ ബന്ധുക്കളുടെ അടുത്തെത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ റൂത്ത് എന്ന ഈ പെൺകുട്ടി തന്നെ കുറിച്ചും തനിക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നതേയില്ല. തനിക്കൊരു വിവാഹം കഴിക്കണമെന്നും തന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണമെന്നും തന്റെ അമ്മായിയമ്മയെ വിട്ട് സ്വതന്ത്രമായ ഒരു ജീവിതം തന്റെ ചാർച്ചക്കാരോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം വേണമെന്നല്ല അവൾ ആഗ്രഹിച്ചത്. മറിച്ച് അവളുടെ ചിന്ത മുഴുവനും തന്റെ അമ്മായിയമ്മയെ കുറിച്ചായിരുന്നു. അവർ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന ചിന്തയായിരുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നാണ് റൂത്ത് ആഗ്രഹിക്കുന്നത്. ഭർത്താവ് 2 മക്കളും നഷ്ടപ്പെട്ടതിന്റെ എടുത്താൽ പൊങ്ങാത്ത വേദനയും ഭാരവും പേര് നടക്കുന്ന ആ ഒരു അമ്മയെ തനിച്ചാക്കുവാനായിട്ട് റൂത്തിന്റെ സ്നേഹം അനുവദിച്ചില്ല. തനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല, തന്റെ ഭാവി ഇരുളടഞ്ഞു പോയാലും കുഴപ്പമില്ല, തനിക്കൊരു കുടുംബജീവിതം ഇല്ലെങ്കിലും തന്റെ ചാർച്ചക്കാരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയാലും തന്റെ അമ്മായിയമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്ന് റൂത്ത് ആഗ്രഹിച്ചു. അവർ ഒരിക്കലും തനിച്ചായി പോകരുതെന്ന് റൂത്ത് ആഗ്രഹിക്കുകയാണ്. തന്റെ അമ്മായിയമ്മയുടെ ശിഷ്ടകാലം ശോഭനമായി തീരുവാൻ തന്റെ വിലപ്പെട്ട ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന റൂത്തിന്റെ സ്നേഹം എല്ലാം അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. തന്റെ നഷ്ടങ്ങളെയെല്ലാം അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്നേഹമായിരുന്നു റൂത്തിനുണ്ടായിരുന്നത്. തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി പ്രകടിപ്പിക്കുന്ന സ്നേഹമായിരുന്നു റൂത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം, നിങ്ങളുടെ അമ്മായിയമ്മയോടും നിങ്ങളുടെ കുടുംബ അംഗങ്ങളോടുമുള്ള അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടുമുള്ള സ്നേഹമെന്ന് പറയുന്നത്, ജീവിത പങ്കാളിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് എല്ലാ സ്വാർത്ഥതകളെയും അതിജീവിക്കുന്ന സ്നേഹമാണോ? അതോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ? എനിക്കെന്ത് നഷ്ടമുണ്ടെങ്കിലും ഉണ്ടായാലും വേണ്ടില്ല, എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന്, അവർക്കൊരു നഷ്ടവും ഉണ്ടാകരുതെന്ന് തീരുമാനമെടുക്കാൻ തക്കവിധം നിന്റെ ഉള്ളിലെ സ്നേഹം വളർന്നു വികസിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ശോഭനമായ ഭാവിക്കു വേണ്ടി എന്റെ വിലപ്പെട്ട ജീവിതം തേഞ്ഞു തീരുവാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി മാറ്റിവെക്കപ്പെടുവാൻ പറ്റുന്ന കരുതൽ സ്നേഹമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്നേഹം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഓർക്കുക, അത് യഥാർത്ഥമായ സ്നേഹമാണ്, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, അധരം തുറന്ന് വിളിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം. സ്വാർത്ഥതയെ അതിജീവിക്കണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. കുടുംബത്തിലെ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് വിളിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, സ്വാർത്ഥതകളെ അതിജീവിക്കുന്ന സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ.
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നൽകാത്ത മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നൽകാത്ത സ്നേഹമനോഭാവം സ്നേഹമനോഭാവം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലമായ പരിശുദ്ധാത്മാവിന്റെ ഫലമായ യഥാർത്ഥ സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ഞങ്ങളെ നന്മയുള്ളവരാക്കണമേ. ഞങ്ങളെ നന്മയുള്ളവരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. തീർന്നില്ല. ബാക്കി അടുത്ത ആഴ്ച തുടരും. സമയം ആയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, എല്ലാം അതിജീവിക്കുന്ന സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. സ്വാർത്ഥ താല്പര്യങ്ങൾ ഞങ്ങളിൽ പ്രബലപ്പെടാതിരിക്കട്ടെ. സ്നേഹമനോഭാവം ഞങ്ങളിൽ വളർത്തണമേ. ഈശോയെപ്പോലെ സ്നേഹിക്കാൻ ബൈബിളിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളെപ്പോലെ എല്ലാം വിട്ടുപേക്ഷിച്ച് എല്ലാത്തിനെയും അതിജീവിച്ച് സ്നേഹിക്കുവാൻ ക്രിസ്തു ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. സഹിച്ച് സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, അഭിഷേകം നൽകട്ടെ. സ്നേഹത്തിൽ വളരുവാൻ ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ രൂപപ്പെടുത്തട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. അന്യായമായിട്ടുള്ള എല്ലാത്തിനെയും എടുത്തു മാറ്റി എല്ലാം പൂർത്തീകരിക്കുന്ന സ്നേഹം, നവീകരിക്കുന്ന സ്നേഹം, പുതിയ വ്യക്തിയാക്കുന്ന സ്നേഹം നമ്മളിൽ നിക്ഷേപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.